ഒന്നാമത്തെ ചോദ്യം, ഇസ്രായേലിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ ശത്രുവിനെ എങ്ങനെ നശിപ്പിക്കണമെന്നാണ് പറയുന്നത്? ഉത്തരം, കോപത്തെ ഉണർത്തി ക്രോധം വർഷിച്ച്. അത് 36 അധ്യായം 27 വാക്യത്തിലാണുള്ളത്. രണ്ടാമത്തെ ചോദ്യം, ദൈവജനത്തെ ദ്രോഹിക്കുന്നവർ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ഉത്തരം, നാശമടയണം. അത് 36 അധ്യായം 9 വാക്യത്തിലാണുള്ളത്. മൂന്നാമത്തെ ചോദ്യം, ഞങ്ങൾക്കു തുല്യം മറ്റാരുമില്ലെന്ന് ജൽപ്പിക്കുന്ന ആരുടെ തല തകർക്കണമെന്നാണ് പറയുന്നത്? ഉത്തരം, ശത്രു രാജാക്കന്മാരുടെ. അത് 36 അധ്യായം 10 വാക്യത്തിലാണുള്ളത്. നാലാമത്തെ ചോദ്യം, കർത്താവ് ആദ്യജാതനായി പരിഗണിച്ചത് ആരെയാണ്? ഉത്തരം, ഇസ്രായേൽക്കാരെ. അത് 36 അധ്യായം 12 വാക്യത്തിലാണുള്ളത്. അഞ്ചാമത്തെ ചോദ്യം, കർത്താവിൻ്റെ വിശ്രമ സങ്കേതം എവിടെയാണ്? ഉത്തരം, ജെറുസലേം. അത് 36 അധ്യായം 13 വാക്യത്തിലാണുള്ളത്. ആറാമത്തെ ചോദ്യം, അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളുടെ ഘോഷം കൊണ്ട് ആര് നിറയ്ക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്? ഉത്തരം, സിയോനെ. അത് 36 അധ്യായം 14 വാക്യത്തിലാണുള്ളത്. ഏഴാമത്തെ ചോദ്യം, വ്യാജവാക്ക് തിരിച്ചറിയുന്നവൻ ആര്? ഉത്തരം, സൂക്ഷ്മബുദ്ധി. അത് 36 അധ്യായം 19 വാക്യത്തിലാണുള്ളത്. എട്ടാമത്തെ ചോദ്യം, ആരാണ് ദുഃഖം വിതയ്ക്കുന്നത്? ഉത്തരം, കുടിലബുദ്ധി. അത് 36 അധ്യായം 20 വാക്യത്തിലാണുള്ളത്. ഒൻപതാമത്തെ ചോദ്യം, പുരുഷനെ സന്തുഷ്ടനാക്കുന്നത് എന്തെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം, സ്ത്രീയുടെ സൗന്ദര്യം. അത് 36 അധ്യായം 22 വാക്യത്തിലാണുള്ളത്. പത്താമത്തെ ചോദ്യം, പുരുഷൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് ആരെന്നാണ് പറയുന്നത്? ഉത്തരം, ഭാര്യ. അത് 36 അധ്യായം 24 വാക്യത്തിലാണ് ഉള്ളത്.